ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമൻ ആൻഡ് മോം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെട്ടെന്നുണ്ടായ ഒരു പാർട്ടി വ്ളോഗാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീൻ മജ്ബൂസാണ്. പിന്നെ നെയ്ച്ചോറുണ്ട്, ഇറച്ചിക്കറിയുണ്ട്, സേമിയ പായസം ഉണ്ട്. പിന്നെ ഞാൻ ഒരു ഐറ്റംസ് ഉണ്ടാക്കാൻ വിചാരിച്ചു, അത് പിന്നെ ലേറ്റ് ആയതുകൊണ്ട് അതവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഞാനിത് വൈകുന്നേരമാണ് തുടങ്ങുന്നത്. ഒരു 4 മണിയായിട്ടുണ്ടാവും. അനിയനെ ഏട്ടനെ പെങ്ങളെ മോനെ ഒരെല്ലാം രാത്രി വരുന്നുണ്ട്. അപ്പം ഞാൻ ചെമ്മീന് തലേന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, പിന്നെ ഒരു ടേബിൾ സ്പൂണ് മുളകിൻ്റെ പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾ, 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കണം. വെള്ളം കൂടി പോരുത്, ഞാൻ എപ്പം പറയും പോലെ തന്നെ. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ഞാനിതിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ പൊരിക്കുന്നില്ല. ഇനി അടുത്തതായിട്ട് എൻ്റെ കയ്യിലുള്ളത് ബസ്മതി അരിയാണ്. മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ അരി കൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കൽ. ഇതിൽ കുറച്ച് വെജിറ്റബിൾസും പിന്നെ മുട്ടയിലിട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒരു ചോറ് ഉണ്ടാക്കിയിട്ടെല്ലാം കൊടുക്കൽ. എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും അവർ കഴിച്ചോളും ഈ ബസ്മതി അരി കൊണ്ടാണെങ്കിൽ. അപ്പം ഞാൻ ഇത് എത്ര കപ്പാണ് ഉള്ളതെന്ന് അറിയില്ല. എന്താ ഉണ്ടാക്കുകയെന്ന് ആലോചിക്കുമ്പോൾ ഉള്ള സാധനം കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ബസ്മതി അരി എടുത്തത്. അപ്പോൾ ഒരു 2.25 കപ്പ് ബസ്മതി അരി ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് സോക്ക് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. നല്ലോണം കഴുകിയിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട് ഞാൻ. ഈ ഒരു ചോറ് അരിച്ച ഈ അരിപ്പ ഉണ്ടല്ലോ, ഇത് പുതിയതാണ്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഇങ്ങനത്തെ ഒന്നും കിട്ടിയിട്ടില്ല. വേറെ ഒന്നും ഉണ്ടായിരുന്നു, അത് ഞാൻ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. ഈ ഒരു ടൈപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഞാൻ ജീപ്പാസിൻ്റെ സെക്കൻഡ് സെയിലിന് പോയപ്പോൾ വാങ്ങിച്ചതാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഐസെല്ലാം ഇട്ട് വെക്കുന്ന ട്രേയും. ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫ്രൂട്ട്സിനെല്ലാം ഒരു മോൾഡ് ചെയ്യുന്ന പോലത്തെ. കാരണം നമ്മൾ ഐസൊന്നും വെക്കലില്ല, കാരണം മക്കളെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ വേഗം തണുപ്പ് പിടിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തണുത്ത വെള്ളം വെക്കുന്നത്. പിന്നെ എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നേരെ ഞാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ് സാധനം എല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട്. തൊട്ടടുത്ത് തന്നെ നെസ്റ്റോ ഉള്ളതുകൊണ്ട് പിന്നെ ഒന്നും പേടിക്കാനില്ല. 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. എല്ലാം ആ ടൈമിന് തന്നെ തീരുമാനിക്കുന്നതാണ് എന്താ ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ വരുമ്പം ലേസ് വാങ്ങി തരണേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഒമാൻ ചിപ്സ് വാങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല, തിരക്കായതുകൊണ്ട് പെട്ടെന്ന് തന്നെ സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അങ്ങനെ നേരെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ എത്തിയ പാടന്നെ ചെമ്മീൻ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ ഇത്രയും ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്, തലയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പൊരിയാൻ വേണ്ടി വെക്കുന്ന ആ ടൈമിന് സാധനങ്ങളെല്ലാം എടുത്തു വെക്കുന്നുണ്ട്. സേമിയം മേടിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് കറിവേപ്പില മേടിച്ചിട്ടുണ്ട്. പിന്നെ ഉണക്ക ചെറുനാരങ്ങ ഒന്നാണ് വേണ്ടത്, പക്ഷെ ഒന്നും ഇവിടെ കിട്ടൂലല്ലോ, അതുകൊണ്ടൊരു പാക്കറ്റ് തന്നെ മേടിച്ച്. അടുത്തതായിട്ട് പാലുണ്ട്, അത് സേമിയ പായസത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ ക്യാപ്സിക്കം ഉണ്ട്. ക്യാപ്സിക്കം യെല്ലോ ഉണ്ട്, റെഡും ഉണ്ട്. പിന്നെ ഉപ്പ് തീരാനായിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്തിരി, ഉണക്ക മുന്തിരി, അണ്ടിപ്പരിപ്പ് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അത് മേടിച്ചിട്ട്. അതുപോലെ തന്നെ മാഗി ക്യൂബ് മേടിച്ചിട്ടുണ്ട്, അത് മജ്ബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പഞ്ചസാര, അത് തീരാനായിട്ടുണ്ട്, അപ്പോൾ അതും കൂടി മേടിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കാം. അങ്ങനെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. സോക്ക് ചെയ്ത് വെച്ച ബസ്മതി അരി ഞാൻ ഈ അരിപ്പയിലോട്ടേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇത് കഴുകുമൊന്നും വേണ്ടയില്ല, കഴുകി കഴിഞ്ഞാൽ പൊട്ടിപ്പം ഓൾറെഡി കഴുകിയെല്ലാം വെച്ചതാണ്. ഇനി ചെമ്മീന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്, അതെല്ലാം ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഗ്‌രിബിൻ്റെയോട് അടുത്തായി. സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങാൻ പോയി കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയേയില്ല. ഓർമ്മയില്ലാത്ത സാധനം വരെ ആ ടൈമിനാണ് നമുക്ക് ഓർമ്മ വരിക. അപ്പോൾ ചെമ്മീനെല്ലാം മൊരിഞ്ഞിട്ടുണ്ട്, അതൊരു ഭാഗത്ത് മാറ്റി വെക്കുന്നുണ്ട്. സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ചെമ്പ് എടുത്തിട്ടുണ്ട്. ഒരു 1.25 ലിറ്റർ പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ മുൻഗണന കൊടുത്തത് വീടെല്ലാം ക്ലീൻ ആക്കലാണ്. അത് കഴിയുമ്പോൾ തന്നെ ടൈം ആയിട്ടുണ്ട്. ഇനി ഞാനൊരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് 1 കപ്പ് ഷുഗറും മിൽക്ക് മെയ്ഡും ഞാൻ മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പായസമാണ് സേമിയ പായസം. അവർക്ക് എങ്ങനെ കൊടുത്താലും കഴിച്ചോളും. ഇതിന് മുന്നേ ഉപയോഗിച്ച മിൽക്ക് മെയ്ഡാണ്, അപ്പോൾ കുറച്ചേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് നല്ലോണം ഇളക്കണം കേട്ടോ. ആ ഒരു ടൈം കൊണ്ട് ഞാൻ സേമിയം ഒരു പ്ലേറ്റിലിട്ടിട്ട് ചെറുങ്ങനെ പൊടിച്ച് വെക്കുന്നുണ്ട്. ഇതാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഇളക്കിയിട്ട് തിള വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ സേമിയം ഇട്ട് കൊടുക്കുന്നുണ്ട്. സേമിയം
ഇട്ട് കൊടുക്കുന്ന ടൈമിനെല്ലാം നമ്മൾ തീ കുറച്ചിട്ടാണ് വെക്കേണ്ടത്. ഇനി ഇത് ഇളക്കിയിട്ട് അധികം നേരമൊന്നും വെക്കണമെന്നില്ല. വറുത്ത സേമിയാണ്, നൈസായിട്ടുള്ള സേമിയാണിത്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തീ ഓണാക്കിയിട്ട് ചെറിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിൽ ആർക്കേജും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് ഞാൻ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വലുതായിട്ട് വരും മുന്തിരിയെല്ലാം. അപ്പം ഞാൻ അധികം കരിയാനൊന്നും വെക്കണമെന്നില്ല, എല്ലാം കൂടി ഒന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പായസം ഉണ്ടല്ലോ ആദ്യം കുറച്ച് ലൂസ് ഉണ്ടെങ്കിലും പിന്നെ അത് മൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടൈറ്റ് ആയിട്ട് വരും. ആ ടൈമിന് പാലൊന്ന് ചൂടാക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ മധുരം കൂടി ഇട്ട് കൊടുത്തിട്ട് പാല് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഹസ്ബൻഡ് വന്നിട്ടുണ്ട്, അപ്പോൾ ചായ ഞാൻ കാച്ചി കൊടുക്കുന്നുണ്ട്. ആ ടൈമിന് തന്നെ ഞാൻ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടെല്ലാം ഇടയ്ക്ക് പോകുന്നുണ്ട്. റൂം ക്ലീൻ ആക്കണം, പിന്നെ ഇലക്കിയതെല്ലാം ബാൽക്കണിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് മടക്കി വെക്കാനെല്ലാം ഒന്ന് പോയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പറ്റാണ്ടെന്നൊരു റെസിപ്പിയാണ് ഇത്. ഞാനൊരു 3/4 ടേബിൾ സ്പൂണ് മുളകിൻ്റെ പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞളും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും പാകത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഞാൻ എല്ലില്ലാത്ത ഇതുപോലത്തെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ്രഡോ പാസ്ത ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നതാണ് ഞാൻ. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. പക്ഷേങ്കിൽ ടൈം ഇല്ലാത്തതുകൊണ്ട് അതവിടെ വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഇതിലേക്ക് ചെറുനാരങ്ങയും കൂടിയും പിന്നിട്ട് ഞാൻ മൂടി വെക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ചെമ്മീൻ മജ്ബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചെമ്മീൻ പൊരിച്ച് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 ഉള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നെക്സ്റ്റ് തക്കാളിയാണ്. ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, അത് ചെറുങ്ങനെ മുറിച്ചിട്ടിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് നീളത്തിൽ മുറിച്ചിട്ടതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ പട്ട, കറാമ്പ, ഏലക്കായി, അതുപോലെ കറാമ്പിൻ്റെ ഇലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളകിൻ്റെ പൊടിയും 1 ടീസ്പൂൺ എന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മജ്ബൂസ് പൊടിയും കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും, എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/4 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു മാഗി ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ 2 ഉണ്ടാവും, 1 എടുക്കുന്നുള്ളൂ. ഇത് ഞാൻ ഇതിൽ മുന്നേ മക്കൾക്ക് സ്കൂളിലേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഉണക്ക ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കണം. ആ ഒരു മസാലേൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറണം. അതിനുശേഷമാണ് ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നത്. ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബസ്മതി അരിക്കും നമ്മൾ നെയ്ച്ചോറെല്ലാം വെക്കുന്ന അതേ അളവ് തന്നെയാണ്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന റേഷ്യോയിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേഗം വേവുന്ന അരിയാണ്. ബസ്മതി അരി വെള്ള കളറും ഉണ്ടാവും, പിന്നെ വേവ് കൂടുതലുള്ളതും ഉണ്ടാവും. ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ നിന്നെല്ലാം തൂക്കിയിട്ട് മേടിക്കല. അതാകുമ്പോൾ കുറച്ച് വേവ് കൂടുതലായിരിക്കും. മന്തീൻ്റെ എല്ലാം അരി തന്നെ, അതാകുമ്പോൾ നമുക്ക് ഇളക്കാനെല്ലാം പറ്റും, പൊട്ടിപ്പോവില്ല. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ആർക്കേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് യോജിപ്പിച്ചിട്ട് ഞാൻ മൂടി വെക്കുന്നുണ്ട്. അധിക നേരമൊന്നും വെച്ചിട്ടില്ല, അന്നേരം തന്നെ നമ്മളെ വെള്ളയെല്ലാം വറ്റിയിട്ടുണ്ട്. ഒന്ന് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, കാരണം അടിയും കൂടി നമുക്ക് വെന്ത് കിട്ടണം. ഈ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടാണ് വെക്കേണ്ടത്. ഞാൻ ഈ അരമണിക്കൂറും കഴിഞ്ഞിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ഇത് വേഗം എടുക്കുന്നത്. അധിക നേരം വെച്ച് കഴിഞ്ഞാൽ വെന്തടിഞ്ഞു പോവും. ഈ ഒരു അരിക്കെല്ലാം കറക്റ്റ് അളവാണ്. ഇതൊരു ചെറിയ പേടിയുണ്ട്, ഗസ്റ്റെല്ലാം വരുന്ന ടൈമിനായിരിക്കും ഇങ്ങനെയെല്ലാം ഒരു ഫ്ലോപ്പ് വരിക. അപ്പം ഞാനിതൊന്ന് മൂടി വെക്കുന്നുണ്ട്. തീ കുറച്ചിട്ടാണ് ഇനി വെക്കേണ്ടത്. ഇനി തൊട്ടപ്പുറത്തെ ഗ്യാസുമ്പോൾ തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ ചിക്കൻ പൊരിക്കുന്നുണ്ട്. ചിക്കൻ അവിടെ പൊരിച്ച് വെക്കുന്നേ ഉള്ളൂ. ഇനി ഇൻഷാല്ലാ എപ്പോഴെങ്കിലും ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഇടുന്നതായിരിക്കും. ഈ ചിക്കൻ ഉണ്ടല്ലോ, ഇത് നോർമലായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, കാരണം മസാല എല്ലാം ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളെ ചോറ് വിട നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെമ്മീൻ്റെ ടേസ്റ്റ് എല്ലാം ഇതിൽ പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് ചെമ്മീൻ ഉണ്ട് ഇതിൽ. ഇത് ഒരു അറബിക് ടച്ച് അല്ല, കാരണം മജ്ബൂസ് മസാലയൊന്നും ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അത്രക്കും ടേസ്റ്റ് ഉണ്ട് ഇത്. ഇനി ഞാൻ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് കുക്കറിൽ ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം ഇട്ടിട്ട് വാട്ടിയിട്ടുണ്ട്. കാരണം സ്പീഡ് കൂടിക്കൂടി വരുന്നതാണ്, ടൈമില്ല. ഇനി ചിക്കൻ ഞാൻ എന്താക്കിയിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട്
കാണിക്കുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ ചിക്കൻ കറീൻ്റെ വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ട് ഇതിൽ മുന്നത്തെ വീഡിയോസിലെല്ലാം. അതുകൊണ്ട് തന്നെ മഞ്ഞളും മുളകും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും കുരുമുളകിൻ്റെ പൊടിയെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചോറിനായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലൂസാക്കിയിട്ടാണ് കറി വെക്കുന്നത്. ഞാൻ ഇതിൽ മുന്നത്തെ വീഡിയോയിൽ പത്തിൻ്റെ ഒപ്പരെല്ലാം ചിക്കൻ കറി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കിയാൽ മതി. കറിയിൽ ഉപ്പും മല്ലിച്ചപ്പും കറിവേപ്പിലെല്ലാം ഇട്ടിട്ട് ഞാൻ മൂടി വെക്കുന്നുണ്ട്. ഇനി ആ ഒരു ടൈം കൊണ്ട് ഞാൻ 1 കിലോ ജീരകശാല അരി വയനാടൻ കൈമ ഒരു 4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിച്ചിട്ട് വെക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഈ ഒരു ചെമ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് RKG ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഓയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഇടുന്നത്. ചെറിയ ഉള്ളി മുറിച്ചിട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏലക്കായ്, ഗ്രാമ്പു ഇല, പട്ട ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് തന്നെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന റേഷ്യോയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഒരു തിള വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് അരി മെല്ലെ മെല്ലെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മതിയാവും, കാരണം അരി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ലാസ്റ്റായിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, എനിക്ക് പക്ഷേ ഇഷ്ടമാണ് ഇത് കളറായിട്ട് കാണാൻ വേണ്ടിയിട്ട്. നെയ്ച്ചോറ് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അത് അവിടുന്ന് ആവുന്ന സമയം കൊണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ച സാധനങ്ങളെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് നമ്മളെ ഗസ്റ്റ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പം എല്ലാം ഇനി തിരക്ക് കൂട്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. മീനെ കൊണ്ടുണ്ടല്ലോ എന്ത് വെച്ചാലും നല്ല ടേസ്റ്റാണ്. ഞാൻ ആദ്യം ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചത്, പിന്നീടാണ് ഈ മജ്ബൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അധികവും ബിരിയാണി തന്നെയാണ് വെക്കൽ. മന്തിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം ഇതുപോലെ മജ്ബൂസ് അതുപോലെ കബ്സ അങ്ങനെയെല്ലാം. കാരണം മന്തി എരിവുള്ള പെരി പെരി മന്തിയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇവിടെ ഇത് സെറ്റായിട്ടുണ്ട്. അടുത്തത് നെയ്ച്ചോറാണ്. അതും ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നെയ്ച്ചോറെല്ലാം പിന്നെ എല്ലാവരും വെക്കുന്നതായിരിക്കും. ഇനി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. കാരണം അധികം ലോങ് ആക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇറച്ചിക്കറി ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഒന്നാമത് ഇറച്ചിക്കറി വെക്കാൻ കാരണം തന്നെ ഹസ്ബൻഡ് മീൻ കഴിക്കൂല. അതുകൊണ്ട് തന്നെയാണ് നെയ്ച്ചോറും ഇറച്ചിക്കറിയും തന്നെ ആക്കിയത്. സേമി നിങ്ങൾ കണ്ടിട്ടില്ലേ, നേരത്തെ ലൂസുള്ള സേമിയാണ്. ഇതിപ്പം കുറച്ച് ടൈറ്റായിട്ട് വന്നിട്ടുള്ളത്. ഞാനിതിൽ എക്സ്ട്രാ പാലൊന്നും ചേർത്തിട്ടില്ല, ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ മധുരമെല്ലാം കറക്റ്റാണ്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പായസം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ പിന്നെ ബാക്കി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം ഒന്നിനും ടൈം ഉണ്ടായിട്ടില്ല. മജ്ബൂസ് മോനിക്കും മോക്കും സ്കൂൾ കൊണ്ടുപോകാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടേനും. ഒരിക്കൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 ആൾക്ക് ഞാൻ മജ്ബൂസാണ് കൊടുത്തിട്ടുള്ളത്. ഇളയ മോക്ക് 10ലും ഇറച്ചിക്കറിയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് മക്കൾക്ക് ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് കൊടുക്കാൻ പറ്റിയതാണ്. അപ്പം എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.